ഗൈസ്, ഇറ്റ്സ് മീ അനുപമ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് 5 സൺസ്ക്രീൻ മിസ്റ്റേക്സ് യു ആർ പ്രോബബ്ലി മേക്കിംഗ്. അതായത് നിങ്ങൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കുമ്പോൾ ചെയ്യാവുന്ന 5 മിസ്റ്റേക്കുകൾ. അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. സൺസ്ക്രീൻ, സൺ ബ്ലോക്ക്, സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നോർമലി അൾട്രാ വയലറ്റ് റേസിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീം, സൺ ബ്ലോക്ക് എന്നൊക്കെ പറയുന്നു. നെക്സ്റ്റ്, സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാവുന്ന 5 മിസ്റ്റേക്ക്. ഫസ്റ്റ് വണ്ണായിട്ട് നമ്മൾ നോർമലി ചിന്തിക്കുന്നത് നമ്മൾ വീടിന് പുറത്ത് പോകുമ്പോഴാണ് സൺ പ്രൊട്ടക്ഷൻ ക്രീം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നോർമലി നമ്മൾ അങ്ങനെയാണ് ചെയ്യാറത്. അതായത് പുറത്ത് മാത്രമല്ല, വീടിനകത്തും UV റേഡിയേഷൻ്റെ എക്സ്പോഷർ ഉണ്ടാകുന്ന ത്രൂ വിൻഡോസ്, ഡോർസ്, നമ്മൾ പിന്നെ മുറ്റത്ത് സ്പെൻഡ് ചെയ്യുന്ന ടൈം, അവിടെയൊക്കെ UV റേഡിയേഷൻ ഒരുപാട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോഴും ഡേ ടൈമിൽ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമതായി നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് പറഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം സൺ പ്രൊട്ടക്ഷൻ ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ചെറിയ ലെയർ അപ്ലൈ ചെയ്തിട്ട് പോയാൽ ഇറ്റ്സ് ഇനഫ് എന്നൊരു ചിന്താഗതി. പക്ഷേ ഇത് റോങ് ആണ്. നോർമലി അത് ഒരു അഡിക്വേറ്റ് എമൗണ്ടിൽ ആവുന്നില്ല, സ്കിൻ ലൈക്ക് സൺ പ്രൊട്ടക്ഷൻ ആവുന്നില്ല. സോ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി അറിയില്ലെങ്കിൽ 2 ഫിംഗർ ഫുള്ള്, 2 ഫിംഗർ ഫുള്ള് നമ്മൾ ക്രീം എടുക്കുക. അതാണ് നമ്മുടെ ഫേസിനും നെക്കിനും വേണ്ട മെഷർമെൻറ്റ്. ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ഫുള്ള് എടുക്കുക. അത്ര ക്വാണ്ടിറ്റി നമ്മൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാം. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ തിങ്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഹയർ SPF നമ്പർ ഹയർ എഴുതിയിട്ട് ഇപ്പോൾ 50, 30, 100 ഒക്കെ ഇല്ലേ, അതിൽ ഹയർ ഉള്ളത് അപ്ലൈ ചെയ്താൽ ലോങ്ങർ സൺ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. കുറേ ടൈം സൺ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളൊരു തിങ്കിങ്. ഇതിൽ ഏത് ഉപയോഗിച്ചാലും ലാസ്റ്റ് ചെയ്യുന്ന സെയിം ടൈമിലേക്കാണ്. ഏത് ഉപയോഗിച്ചാലും നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് 2 to 3 hours മാത്രമേ ലാസ്റ്റ് ചെയ്യൂ. അതിനുശേഷം നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുകയും വേണം. ഫോർത്ത് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ചില കോസ്മെറ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമിലൊക്കെ എക്സ്ട്രാ സൺ പ്രൊട്ടക്ഷൻ 15, 20, 30 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ എക്സ്ട്രാ സൺ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യില്ല. നമ്മൾ വിചാരിക്കും അതിൽ ഓൾറെഡി ഉണ്ടല്ലോ. പക്ഷേ അത് റോങ് ആണ്. അതിലൊരു ലെസ്സർ എമൗണ്ട് മാത്രമേ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉണ്ടാവൂ. അത് നമ്മുടെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യൻ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ അതിന് മോയ്സ്ചറൈസിങ് ക്രീം ഏതെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മേലെ സൺ പ്രൊട്ടക്ഷൻ ക്രീം എന്തായാലും അപ്ലൈ ചെയ്യണം. എന്നാലേ നമുക്ക് സൺസ്ക്രീനിൻ്റെ എഫക്റ്റ് കിട്ടും. ഇനി ലാസ്റ്റ് മിസ്റ്റേക്ക്, അതായത് നമ്മൾ വിചാരിക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ പ്രോഡക്റ്റ് എന്നാണ് ഭയങ്കര പ്രൊട്ടക്ഷൻ കിട്ടും, ഭയങ്കര ബെറ്റർ പ്രൊട്ടക്ഷൻ കിട്ടും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതും ഒരു റോങ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. അതിൽ നമ്മൾ ചിലവാക്കുന്ന പൈസയിൽ കാര്യമില്ല. നമ്മളെ സ്കിന്നിന് ഏത് ബ്രാൻഡാണോ, എത്ര രൂപയുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീമാണോ സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ പൈസ കൂടുതലോ കുറവോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഇത്രയൊക്കെയാണ് നോർമലായിട്ട് നമ്മൾ ചെയ്യാവുന്ന മിസ്റ്റേക്സ്. ഇതിൽ കൂടുതൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെയെന്ന് വെച്ചാൽ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒരു കണക്കിന് നല്ലൊരു സൺബേണിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത്. സ്കിൻ ക്യാൻസർ വരാതിരിക്കാൻ നല്ലതാണ്. പിന്നെ പ്രീമച്വർ ഏജിങ്, അതായത് ചെറുപ്പത്തിൽ തന്നെ ഏജിങ് ആയിട്ടുള്ള ഒരു സ്കിൻ ഏജ് ആയിട്ടുള്ളൊരവസ്ഥ, അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു റെമഡിയാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.